നമുക്ക് നമ്മൾ തിരിച്ചു പോണത് കോട്ടയം റൂട്ട് അതല്ലേ? എനിക്കറിയില്ലട്ടോ. ഇക്ക എന്ത് തിരിച്ച് ഇക്ക കൂടാണ് കോട്ടയം റൂട്ട് ഇക്കായാണ്. അങ്ങോട്ടാണ്. അതല്ല ഞാൻ പറയാം, മൂന്നാർ അങ്ങോട്ടാണ്. മൂന്നാർ നേരെയാ എനിക്കറിയാം. ഞാൻ പോയതല്ലേ. ഇപ്പൊ നമ്മൾ എങ്ങോട്ടൊക്കെ പോണ? മൂന്നാർക്കാണോ അതേ വാഗമണ്ണാണോ? എനിക്ക് തോന്നണത് ഞാൻ കോട്ടയം. കോട്ടയം അതാ. കോട്ടയം എന്റെ അടുത്താണ് ചോദിക്കണേ. ഞാൻ മൂവാറ്റുപുഴ കൂടെ പോയിട്ടില്ല. ഞാൻ മൂവാറ്റുപുഴ കൂടെ ചുറ്റി കറങ്ങിട്ടുണ്ട്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ രസം കൊണ്ടത് ഓടിക്കാന്. അടിയടം മാപ്പ് എടുക്കണ കോപ്പേ. മാപ്പ് എടുത്തിട്ട് എത്ര 61 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ കുറേ നോക്കി. എന്താ ഇവിടെ നടക്കണേ? ഫുഡ് കൊടുത്തു. കോട മതി നിങ്ങക്ക്? അതൊന്നല്ല മക്കളെ കോട. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇതാ മൂവാറ്റുപുഴ സെന്ററിൽ നമ്മളെ ഗ്രാൻഡ് മാളാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. സോ ആദ്യം ഇറങ്ങിയ സ്കീ ഇതിന്റെ ഒരു രസം പറയുകയാണെങ്കിൽ, ട്രിപ്പിന്റെ രസം എനിക്ക് തോന്നുന്നത് സ്പെഷ്യാലിറ്റി കാറാണ് കേട്ടോ. കാരണം ഇതില് ഞാൻ പറഞ്ഞില്ല നേരത്തെ 2006 മോഡല് പഴയ വാഗണറാണ്. പക്ഷെ അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. വാപ്പാപ്പ യൂസ് ചെയ്യണ വണ്ടിയാണ്. എന്താ എനിക്ക് തോന്നുന്നത്, എടാ ഒരു ഇത് തോന്നില്ല. ഇപ്പൊ നമ്മളെ സിറ്റി വെച്ച് നോക്കുമ്പോ ഒരു നൊസ്റ്റാൾജി മാത്രമല്ല, ഓടിക്കണല്ല, ഒരു സ്പേസ്, അതേപോലെ ഈ ഒരു ഏരിയ, ഗ്ലാസിന്റെ ഏരിയ കൂടുതൽ അതിന്. അങ്ങനെ ഒരു ഭയങ്കര ഫീല്. അപ്പൊ ഇവരിന്ന് എറണാകുളമൊക്കെ പോയി അവിടെ കണ്ടോ കോട്ടയം ഇടുക്കി. ഇതിൽ കൂടെ ഇടുക്കിയല്ലേ നമുക്ക്, തൊടുപുഴ പാലൊക്കെ നമുക്ക് കുടിക്കണ്ടേ. അപ്പൊ ഇതാണ് നമ്മളെ റൂട്ട് എന്നാണ് എനിക്ക് തോന്നണത്. ഇത് ഇതന്നെ തോന്നണില്ല അജുല. അപ്പൊ തെസ്കിന് അവിടെ കുറെ ക്ലാസ്സുകളൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് എന്തിനാക്ക്. അപ്പോ എന്തിനാ തെസ്കിന്റെ ക്ലാസ് ഒന്നും കേക്കണ്ട. ഞാനത് കേട്ടാണ് ഇങ്ങനെ ആയത്. അല്ല ഇത് ഇരുന്നുകളോ അവിടെ എവിടെ ആദ്യോ എടി ഉറങ്ങിക്കണോ? സോ ഗൈസ്, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുള്ളി ഇരുട്ടാണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്ന് പറഞ്ഞത്. ഇപ്പൊ കറന്റ് ക്ലൈമറ്റും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമല്ല, അതേപോലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വൈബാക്കാൻ പറ്റും തോന്നുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിലൊക്കെ ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങൾ ഒരു വട്ടത്തിന് മുമ്പ് ഒരു ട്രിപ്പ് പോയതാണ്. അതേപോലെ അതിന്റെ വിശേഷങ്ങള് ഞാൻ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഞങ്ങളൊപ്പം കൂടി കഴിഞ്ഞാൽ അതാവും ചിലപ്പോ ചരിത്രം. 2023 ആണോ? അല്ല 22 ന്യൂ ഇയർ നൈറ്റ്, അതായത് 23. അപ്പൊ അന്നാണ് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ട്രിപ്പ് പോയത്. പിന്നെ അതിന്റെ അജ്മൽ ഗൾഫിലേനി എന്തിനാ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ എന്തിന്, പിന്നെ ഇവിടെ ആർക്കും തിരക്കില്ല ഗൈസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഗൈസ്. അപ്പൊ എവിടെ എത്തിട്ടോ. ഇനിയിപ്പോ ഏകദേശം ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് അജ്മല? 5.3 കിലോമീറ്റർ കേട്ടോ ഇവിടെ. അപ്പോ കോട കുറച്ചും കൂടി കഴിഞ്ഞാൽ മേലക്കുണ്ട്. അവിടെ നൈസായിട്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇരുട്ടാണ്, വേറെ സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോണീൻ്റെ അടുത്തേക്ക് ഇത്രയും നേരം ട്രാവൽ ചെയ്തില്ല, അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കണ മൊട്ടക്കുന്ന് 5 കിലോമീറ്റർ, കുരിശുമല 1.5 കിലോമീറ്റേഴ്സ്. ദി സ്റ്റിൽ സ്ലീപ്പിംഗ്. അജ്മൽ വഴികൾ നോക്കുന്നു, മാപ്പ് തെറ്റിക്കുന്നു. ഇന്ദുനാന്റെ കൈസ് പറ്റത് ഇതൊക്കെ വൈറലായി എന്ന് പറഞ്ഞിട്ടോ. ഫുഡ് കഴിക്കലൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്ന നോക്ക് ഏതൊക്കെയാ വാങ്ങിച്ചത്, ഇഞ്ഞൊരു ട്രിപ്പ് പോകുമ്പോൾ വാങ്ങിക്കാനേ ആൾക്കാർക്ക്. മഞ്ച് ബാക്കി ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിയാനൊക്കെ ഉണ്ടോ? ഫുഡില്ലേ നമുക്ക് ഇനി. അപ്പോ മഞ്ച് ഫുള്ള് പൊടിച്ചൊരു പ്ലേറ്റ് ഇട്ട് ചോറാക്കി തിന്നിട്ട് തോന്നണം. മഞ്ച് എടുത്താ പെട്ടെടുത്താ
തന്നാഞ്ഞൊരു പൊട്ടുന്നാലും കൊറേ കുറ്റം പറഞ്ഞാണ് ഞാൻ. പക്ഷെ ആ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, സംഭവം എന്തൊക്കെ പറഞ്ഞാലേ എനിക്കും കിട്ടുന്നുണ്ടറിയില്ല അതില്. കോമഡി ഐസ്. ഇവിടെ എത്തിയപ്പോ കറണ്ടാണ് പോയി. കൊറേ നേരം ഞങ്ങള് തിന്നാൻ എന്തെങ്കിലും കട നോക്കി എടുക്കണേ. ആ വന്നു അൽഹംദുലില്ലാ. ന്യൂഡിൽസോ എന്തൊക്കെയുള്ള ന്യൂഡിൽസോ? ബ്രെഡ് ഓംലെറ്റ്, ഓംലെറ്റ്, മാഗി. ഒരു മാഗി തസ്കിക്ക് മാഗി അല്ലേ? ഒരു മാഗി. ഇന്ന് 2 മാഗി. ചമ്മന്തി സാമ്പാർ. പിന്നെ അനക്കാ പോരെ മാഗി അല്ലേ? ചേച്ചി ഇതന്നെയല്ലേ വാഗമണ്ണ്? ഇതന്നെയല്ലേ വാഗമണ്ണ്? വ്യാഗമണ്ണൊക്കെ ഞാൻ കുറച്ച് ഫാഷൻ ആയിക്കോട്ടെ. അവിടെ ഒറ്റക്കട, അപ്പൊ നമുക്ക് അവിടെ പോയി തിന്നാം. ഇവിടെ ഇരുന്ന് ഇന്നലെ നടക്കൂലൊന്നുമില്ല. അപ്പൊ അങ്ങനെ വാഗമണ്ണെത്തി. അപ്പോൾ ഒരു കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേ എത്തും. സ്റ്റേയിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പം ഞങ്ങൾ കുറേ നേരം ഒരു ഹോട്ടലിൽ തപ്പിയെടുക്കണം. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനൊരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രെഡ് ഓംലെറ്റ്, സാധാ ഓംലെറ്റ്, ദോശയും സാമ്പാറും പിന്നെ മാഗി. അപ്പം അത് കഴിച്ചിട്ട് നേരെ നമ്മൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് നമുക്ക് നേരെ നമ്മളെ സ്റ്റേയിൽ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ രാവിലെ. ഒരു സാധനം വേണ്ട, അവനിത് മതി. നേരെ ചെയ്ത ആർക്കാണ് എന്തത്? അത് പറ്റിയില്ല. എന്ത് ജോലി എങ്ങനെ നോക്കണ കണ്ടിട്ടില്ല ജി? എന്താണ് നമ്മൾ കല്യാണത്തിന് പോയില്ലേ? നിങ്ങൾ കഴിച്ചോളി. പോകേണ്ട സ്ഥലങ്ങളാണ്. കുരിശുമല കക്കാടംപൊയില്. ഇവിടെ പോണ്ട, അവിടെ കക്കാടംപൊയിലാണ്. നമ്മളെ കക്കാടംപൊയിലുള്ള സ്ഥലമാണിത്. ഞാൻ പെട്ടു. ഇനി ഇവിടുത്തെ കുരിശുമലി പോണം, അവിടെയും പോണം. ഇതാണ് തങ്ങൾപ്പാറ. ഇതില് നമ്മള് പോവാന് അടിപൊളി സ്ഥലം, പക്ഷെ ഉണ്ടല്ലോ കേറാൻ കുറച്ച് പാടാ. ഇതുണ്ട് നമ്മളെ മറ്റു സാധനം അതന്നെ പറഞ്ഞത്. അല്ല ഇതില് ഇതിന്റെ ലൊക്കേഷൻ അവിടെ ഈ ടീലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? പൈൻ ഫോറസ്റ്റ് പോവാം നമുക്ക്. 1.5 കിലോമീറ്റർ ഞങ്ങളും ഇവിടെ തന്നെ താഴെ ഇതിന്റെ മൂവാറ്റുപുഴ. പിന്നെ നമുക്ക് പോകേണ്ടത് മെഡോസ്. അതും ഇവിടെ അടുത്ത് തന്നെയാലോ. അവിടെ പോയപ്പോ ഏറ്റവും കൂടുതൽ അതിനെ തോളത്തിട്ടേക്ക് കണ്ണ് അങ്ങനെ തൂങ്ങണ്ട്. ഇവിടെയാണ് മോർണിംഗ് പോകുന്നല്ലേ? എവിടെ? അയ്യോ ഇവിടെ ആന ഉണ്ടോ? ജീപ്പ് ആണല്ലേ? ആന ഉണ്ടോ? ആന ഇറങ്ങൂടെ? ഈ ഫോട്ടോത്തിൽ ആനുണ്ട്. അതൊക്കെ മനസ്സിലായില്ല. അപ്പൊ നീയല്ല ഇത്രയും നേരം പറഞ്ഞ ഇവിടെ ഈ ഫോട്ടോ എടുത്ത സമയത്ത് ആന ഉണ്ടാവും, പക്ഷെ എപ്പോഴും ആന ഉണ്ടാവണമെന്നില്ല. ഒരു കാര്യം ചെയ്താ ഓംലേറ്റ് ഒക്കെ കിട്ടിയത് അകത്താക്കൂ. എനിക്ക് ഇതേട്ടെ നിങ്ങൾ കഴിക്കണം. ഇങ്ങോട്ടൊന്നും വരില്ല. ഇവിടെ സാഹചര്യങ്ങളിലൊക്കെ വരും. ആനക്ക് അറിയോ? ഇങ്ങോട്ട് വന്നിട്ടില്ല ചിലപ്പോ വരും. ആനയൊക്കെ ഇപ്പൊ പോവും. വേണ്ടോ ആദമേ ആദി കുഞ്ഞിക്കുട്ട റൂമിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണട്ടോ. നമ്മുടെ ഉറക്കം കളയരുത്. ഇല്ല ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഒന്ന് കണ്ടോക്കണ്ട തലവട്ടല്ലേ? ഓയും തെസ്കിരുന്നു അവിടുന്ന്. തണുക്കുണ്ടടാ പൊന്നെ. ആ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഇതിപ്പോ എനിക്ക് മര്യാദക്ക് ഫുഡും കഴിക്കാല്ലേ?
അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കരുത്. ചേച്ചി ഞങ്ങളെ കഥാപ്രസംഗം കേട്ടിക്കാതെ മാഗി തരും പൈച്ചുണ്ട്. മാഗി നടക്കാണ് പറ എന്നിട്ട് നോക്കണം. ചേച്ചിന്റെ വീട് ഇവിടെ തന്നെയാ? ഇവിടെ തന്നെയാ? അപ്പൊ രാവിലെ 24 hours ഉണ്ടോ നിങ്ങളെ കട? ആ 8 തുറക്കൂലേ? അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. ഇവിടെ എന്താ മെനു എന്താ? ദോശ ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടാവോ? അത് മതിയല്ലോ. അവിടുത്തെ എന്താ അവസ്ഥ അറിയില്ലല്ലോ ഇനി. ആ അത് മതി. പെങ്ങളെ കിട്ടിയില്ല, ഞങ്ങള് ചുറ്റിപ്പോയിനി. ഞങ്ങളിങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ റൂം കാണിച്ചത്. ഞാൻ അതിലാണ് ഫോണ്. കുട്ടി ഉണ്ടായതുകൊണ്ട് വേണ്ട വേണ്ട വേണ്ട. പാർക്കിംഗ് ഇവിടെ തന്നെ അല്ലേ? അടിപൊളിയല്ലേ? കാത്തുക്കോക്ക്. നമ്മളെ എവിടെയാണ്? അയ്യടാ കുറച്ച് പിടിച്ച്. അതിനകത്ത് വേണമെങ്കിൽ തരാം. അതിനകത്ത് റൂമാണ് ഇത് ബില്ലായിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതുകൊണ്ടൊന്ന് പോയി നോക്കാം. ഓക്കെ. അതെ ഇഷ്ടപ്പെട്ടോ ലൈറ്റ് ഒക്കെ കണ്ടപ്പോ? അല്ലെ എനിക്ക് ലൈറ്റ് ഒക്കെ കണ്ടപ്പോ അതിന് ചാടിത്തുള്ളി തുടങ്ങിയാണ്. അവിടെ അല്ലേ? ഓക്കെ. ആ ലൈറ്റ് അത്ര ദൂരം കിട്ടും. എന്ത് ടോർച്ചാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്ക് ലൈറ്റ്. ആ ഇത് വേറെ സാധനം. സൂം ചെയ്ത് കാണിച്ചേ. ഓ അങ്ങനെയല്ലേ? ഓക്കെ. ഓഹോ വൈബ് വരട്ടെ ഗൈസ്. നമ്മളെ ക്യാമറൻ്റെ ഒക്കെ ലെൻസൊക്കെ മാതിരിയാണ്. ഏതാ? ആ എന്നാ തന്നെ ആക്കാം നമുക്ക്. ഓന്റെ ഭാഷകൾ അങ്ങനെയൊക്കെയാണ്. എന്താ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ ലെസ്കി. നമ്മൾ നേരെ റൂമിൽ കയറാനുള്ള പ്ലാനാണ്. അപ്പൊ ടയറാണ്. അപ്പൊ ഞങ്ങൾക്ക് നേരെ റൂമിൽ പോവാം. വാ പപ്പാന്റെ വിന്റേജ് വേണ്ടി തല്ലി പൊളിക്കലടേ. ഞങ്ങള് സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലം ലെസ്കി. ബാക്കിയുള്ളൊക്കെ ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് അല്ലേ സെറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ തന്നെ താഴത്തെന്താ വെച്ചാല് രണ്ട് നമ്മളെ റൂം പോലെയാണ്. ഇതാണ് നമുക്ക് അവിടെ ഫുൾ സെറ്റപ്പ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂം. നമ്മളിങ്ങനെ തുറന്ന് അല്ലേ ഇങ്ങനെ കയറി ബാൽക്കണിയിലെ റൂം. അതാണ് ഇതിൻ്റെ ലിവിങ്ങും സെറ്റപ്പൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ നമ്മളെ വെള്ളം ഗ്ലാസ് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇവിടെ. ഇനി ബെഡ്റൂം കാണിച്ചു കേട്ടോ. ഇതാണ് ബെഡ്റൂം അല്ലേ? അപ്പം തന്നെ അതൊക്കെ ബെഡ്ഷീറ്റൊക്കെ ചവിട്ടി ആ കലമ്പാക്കിണ്ട്. ആദ്യത്തെ ഇങ്ങനെ കളി. ഇവിടെ ഒരു സോപ്പും ഒരു ടവലും ഉണ്ട് കേട്ടോ. പിന്നെ റൂം അല്ലേ അടിപൊളി. ഒരു ആവറേജ് സെറ്റപ്പ് എല്ലാം ഉണ്ട് അല്ലേ? ആദ്യം വന്നപ്പോൾ മുതൽ ആ ഷൂസ് ഊരിയിട്ട് അയിമ കളിയാണ്. അപ്പോൾ നാളെ കറങ്ങാൻ പോകണമെങ്കിൽ ആദ്യം ഇറങ്ങണം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ഥലങ്ങളൊന്നും കാണാൻ നടക്കൂല. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കട്ടോ. അജ്മല് ഹിന്ദുവിന് ഈ റൂമിലാട്ടോ. ആ ദൂരം അടിക്കാത്ത വേറൊന്നുമല്ല. എൻ്റെ പേരൻ്റെ അവിടെ നിന്ന് ആകെ അത്ര ദൂരമല്ലേ ഉള്ളൂ. കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. അപ്പം അങ്ങനെ അപ്പം ഈ സാധനത്തിന് കണ്ടോ അങ്ങനെയാണ് പരിപാടി. തവള തന്നെ ചെയ്യലുണ്ടോ? ആദി മുട്ടുത്തണ പരിപാടി ഇല്ല അല്ലേ? അതിന് മടിയനാണ്. ആ ഇനി എന്തായിട്ട് അത്യാവശ്യം ദൂരത്തെത്തിക്കണ്.
പാലെടുക്കണ സമയം മുട്ടാണ് കുത്തിയൊക്കെ ആദ്യേ മുട്ട് തിഞ്ച മൊത്തം നോക്കി ഞാൻ അടുത്തരാൻ വേണ്ടിയിട്ടാണ് കാട്ടുന്നത്. അതിനെ വിളിച്ചിട്ട് എന്താ കാര്യം? ആശർ അമ്മാണ്ട് ഉപേക്ഷിച്ചു. അടുത്ത ഇമ്മക്ക പോണേ. ടർക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. സോപ്പ് തൊള്ളിയിലിട്ടാ ശരിയാവില്ല. ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, വാങ്ങിയൊന്നും പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് അതിൻ്റെ പരിപാടീസ് ഇവിടെ. പിന്നെ ഇതാണ് ഗൈസ് ഇവിടുത്തെ ടോയ്ലറ്റ് സെറ്റപ്പൊക്കെ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ്. കൊഞ്ചിനും അറിയാൻ കൈ ഇട്ട് ഇങ്ങനെ ഇതൊക്കെ കൈ പിടിച്ചേക്കണ സ്റ്റൈലൊക്കെ. ഓ അയ്യോ എന്താ പറ്റി? ഉറങ്ങണില്ലേ? നമുക്ക് ഉറങ്ങണ്ടേ? കാലെന്ത് തട്ടിട്ടോ? എന്താ അതാ എന്ത് ചെയ്യണം നോക്കട്ടെ. എന്താ ചെയ്യണം നോക്കണല്ലേ അവൻ. ഇറങ്ങുന്നു. ഇറങ്ങുമ്പോ എക്സ്പ്രഷനെ കാണാം. കാല് നടക്കണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം കളി തന്നെയാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ കാണാം അല്ലേ. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് കിടന്നുറങ്ങാനുള്ള പ്ലാനാണ്. എന്നിട്ട് നമുക്ക് രാവിലെ അവിടേക്ക് ഫുള്ള് നമ്മൾ വണ്ടി അവിടെ കിടക്കണുണ്ടോ, ഫുള്ള് മഞ്ഞൊക്കെ മൂടി ഫുൾ സെറ്റാണ്. രാവിലെ നല്ല കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ നാളത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൊട്ടക്കുന്ന്, പിന്നെ ഒന്നൊരു ടീ ലേക്ക് എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. അവിടെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടില്ല. പക്ഷെ മൊട്ടക്കുന്നിൽ നമ്മൾ പോയില്ലേ. പിന്നെ ഇല്ലല്ല, അതൊക്കെ നല്ല ഹൈ ആണ്, അതിനെ കൊണ്ട് കയറുമ്പോൾ റിസ്ക് ആവും. പിന്നെ നമ്മൾ പോണത് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയും കൂടി പോകണം. അവിടെയും കൂടി പോയിട്ട് ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് റിട്ടേൺ പോകും. ഓഫ് റോഡ് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ മലപ്പുറത്തേക്ക് റിട്ടേൺ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ കാണാൻ പൂതിയായിട്ട് ഇവർക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് വന്നതല്ലേ, പിന്നെ അജ്മലും ഉണ്ട് ഹിന്ദുവിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പായിട്ട് നൈസായിട്ട് പോകുന്നതാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം. ആദ്യക്കുട്ടൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഐസ്. അപ്പോൾ രാവിലെ എണീറ്റതാട്ടോ. രാവിലെ എണീറ്റപ്പോൾ കണ്ടോ കോടയും കാര്യങ്ങളൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. നല്ല കോട ഉണ്ടായിരുന്നു ഇതിനേക്കാളും. പക്ഷേ അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല, റെഡി ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല കോട കേട്ടോ. അവിടെ വേക്കൊക്കെ നല്ല കോടയാണ്. അപ്പോൾ തെസ്കിനും ഹിന്ദുവിനും അജ്മലും ചെറിയ ചായപ്പീടിയിലുണ്ട്. ജസ്റ്റ് ഒരു ചായ കുടിച്ചാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടീ ലേക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവിടേക്ക് പോകാണ്ട്. അപ്പോൾ താഴത്തേക്കൊക്കെ എപ്പോഴും കോടുണ്ട്, ആ ഭാഗത്തേക്കൊക്കെ എപ്പോഴും നല്ല കോടുണ്ട് കേട്ടോ. ഇവിടെയായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇതാണ് നമ്മളെ കോട്ടേജ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ടീയിലേക്ക് പോയി വിസിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അവിടേക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ.
അല്ലാ ഇതും കൂടി നോക്കിയിട്ടാണ് ഒച്ച ഉണ്ടാക്കുന്നത്. പിന്നെ ആ ബെന്നെ തിന്നാ തന്നെ ബെന്നൊക്കെ തിന്നാനായിടജി. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞിട്ടോ. ഇനി നേരെ വണ്ടി എടുത്താണ്ട് പോവാണ്. പോലെ ഡിസ്കി പോലെ ആ വണ്ടി എടുത്തിട്ടാ എന്നാ. കുറെ കൊടികളൊക്കെ പറക്കുന്ന സ്ഥലത്തെത്തിട്ട് ഗൈസ്. ടീ ലേക്ക് ബോട്ടിങ്. ഇതാണ് ടീ ലേക്ക് പറഞ്ഞ സ്ഥലം. ആദ്യമാണെങ്കിലേ തണുത്തറച്ച് ആദ്യമൊക്കെ നല്ല സുഖത്തിൽ ഉറങ്ങുക കേട്ടോ. ഉറങ്ങും നീച്ചും വിത്തിൻ സെക്കൻഡ്സ് പിന്നെ ഉറങ്ങും. അതെ അതുകൊണ്ട് നല്ല കോടയാണ്. ഒറ്റയടിക്ക് കണ്ടോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഷോട്ടിൽ ലേക്ക് കണ്ടിനി. ഇപ്പൊ ഇന്ന് ലേക്കാണ്. ഇതിനെ ശരിക്കും ഇതിനപ്പുറത്ത് ഫുള്ള് ലേക്ക് കേട്ടോ. കോട ഇങ്ങനെ ലൈവായിട്ട് മൂവ് ചെയ്ത് പോണ കാണുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ഫുള്ള് ലേക്കാണ്. അവിടുന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണിത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു പാലുണ്ട്. ആ ടീ ലേക്ക് നല്ല രസമുണ്ട് അവിടെ. അപ്പൊ ഇവര് 9 മണിക്ക് തുറക്കുള്ളൂ അല്ലേ? ആ തുറന്നല്ലടാ 9 മണിയായോ? അവർക്ക് പറ്റൂല കേട്ടോ ഉള്ളിക്ക്. കാരണം 9 മണിയാവും ഇവിടെ എൻട്രി തുടങ്ങണമെങ്കിൽ. അയ്യോ ഹെഡ് ലൈറ്റ് ഓൺ ആക്കി എടുക്കണത്. ആദിക്കുഞ്ഞു നല്ല തണുക്കുണ്ടോ പൊന്നെ. നമ്മള് മറന്നുപോയില്ലേ ജാക്കറ്റ് എടുക്കാൻ. എല്ലാം എടുത്തെടുത്തു ലാസ്റ്റ് മറന്നു. ഇവിടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലോ കണ്ടങ്ങള്. നിങ്ങൾ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് കണ്ടങ്ങള്. ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ടോ അതിൽ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കണ്ടങ്ങൾ. ഒരാൾ നടന്നു വരുന്നുണ്ട്. ഈ ജോലി കോട നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ വീട് കണ്ടോ ഭയങ്കര മൂടിയിട്ട് എടുക്കണം. അതേമാതിരി ഈ ലേക്കിൻ്റെ എൻഡ് കാണില്ല. ഇവിടെ കണ്ട വയസ്സ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ കളിക്കുന്ന ചെക്കന്മാരെ ഭാഗ്യം ആലോചിച്ച് വെക്കണം. കാരണം ഈ കോടീൻ്റെ തണുപ്പില്ല. പക്ഷെ ആരും കളിച്ചല്ല കേട്ടോ ഇവിടെ. മലപ്പുറത്ത് ചെക്കന്മാർക്കാണ് ഈ ഗ്രൗണ്ട് ഇട്ടിക്കണേണ്ടല്ലോ. ഈ സമയത്ത് ഇവിടെ ആൾക്കാർ ഫുള്ളിലേക്കാരം. നമ്മളവിടെ ശരിക്കും ഗ്രൗണ്ടാണ് കുറവ്. കളിക്കാൻ ആൾക്കാർ കൂടുതൽ, ഗ്രൗണ്ട് കുറവാണ്. പിന്നെ അതല്ല ഇങ്ങനത്തെയൊക്കെ വൈബ് കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ വെക്കൽ ഫുള്ള് കോട മൂടി കിടക്കുക കേട്ടോ. ഈ സമയമൊക്കെ ശരിക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം. ക്ഷീണം ഉണ്ടാവില്ല, അത്ര വൈബേക്കാരം. അതുണ്ടെങ്കിൽ നല്ല രസമല്ലേ ഫ്രെയിം കിട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഒരു പുല്ലും അതിൻ്റെ അപ്പുറത്ത് നേരെ ഗ്രൗണ്ടും ഫുള്ള് കോടയും. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നായിട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോയാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ചു വരും. എന്തിനാ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ട്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ അവസാനം എത്തിയിട്ട് തിരിച്ച് നമ്മളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കോട്ടേജ്. ഇന്നലെ രാത്രിയാണ് നമ്മൾ കാണിച്ചത്. അപ്പം ഞങ്ങൾ പൂളിലൊക്കെ പോകാനുള്ള ജസ്റ്റ് സ്വിമ്മിങ് പൂളിൽ പോയാണ്ട് കുറച്ച് നേരം ചാടി. ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആദ്യക്ക് അവക്കാഡോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഓനക്കത് ഫീഡ് ചെയ്ത് പിന്നെ നമ്മളെന്ത് ചെയ്യും, പൂള് പോവും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വാഗമൺ മെഡോസിൽ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടേക്ക് ബോട്ടിങ് പോയതിൻ്റെ ബോട്ടിങ് കയറിയിട്ടില്ല. കാരണം അവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ബോട്ടിങ്ങിൽ കയറും, മെഡോസിൽ പോവും. പിന്നെ നമുക്ക് ഇൻഷാല്ലാ മറ്റേ പൈൻ ഫോറസ്റ്റിലെ പൈൻ ഫോറസ്റ്റും കൂടി ഒന്ന് പോകാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതിക്ക് ഇതാ പണി കേട്ടോ. അനക്ക് എത്ര മാടി? ഒരെണ്ണോ?
രണ്ടെണ്ണം പറഞ്ഞു പഞ്ചയിച്ചിട്ട് ആദ്യക്ക് ഫീഡ് ചെയ്യണ കാണിച്ചത് കേട്ടോ. നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ അല്ലേ. പിന്നെ അല്ലെങ്കിൽ ഇവള് ബേബി വിറ്റ അല്ലെങ്കിൽ നമ്മളെ മറ്റേ രാഗിൻ്റെ കുറുക്ക് ഇത് കൊടുക്കലുണ്ട്. ഇത് അവക്കാഡോ ആണ്. അവക്കാഡോ ആണെങ്കിൽ എല്ലാ ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആടാ ഫുഡ് എത്തിയില്ലേ? ആ ഞങ്ങളേ ഇതപ്പ ആദ്യക്ക് ഫുഡ് കൊടുത്ത് കൊടുക്കാം. 5 minutes. ആ അപ്പോൾ കൈസ് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടോ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഇത് അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന ടി വിയും കാര്യങ്ങളും കാണാം. നമുക്ക് ആദ്യക്ക് കൊടുക്കാം അല്ലേ. ഇതുണ്ടോ ഫ്ലാസ്കിൽ നമ്മൾ ചൂടുവെള്ളം കൊണ്ടുവന്നു. പിന്നെ അത് പ്ലെയിൻ ഇത് നമുക്ക് കുടിക്കാനാണ്. കൊട്ടും പാട്ടൊക്കെ തുടങ്ങിയിരിക്കണേ. പിന്നെ എന്താക്കണേ കടൻ്റെ സീഡ് ഒഴിവാക്കുക. എന്നാൽ പിന്നെ എന്നിട്ട് നമ്മൾ സ്പൂണിൽ തോണ്ടിയിട്ട് അത് ഉടച്ചു കൊടുക്കല്ലേ. എന്നാൽ കൊടുക്കാം. ഏറ്റവും നല്ലതല്ലേ. ന്യൂട്രീഷൻസ് കുറച്ച് ഉള്ള കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട് സ്കിന്. ഓന്നെ തോണ്ടി തിന്നോ? എന്തായാലും ഗൈസ് മിനിമം കുറച്ച് അലമ്പാവും കേട്ടോ അല്ലേ. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് എനിക്ക് ഫീഡ് കൊടുത്തിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൂളിൽ പോകാൻ. ഇതാകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതാകുമ്പോൾ എന്താ പറയുക അത്യാവശ്യം നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അതിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മോനെ കഴിച്ചോ ഞങ്ങളെ വെയിറ്റ് ചെയ്യല്ലേ. ഞങ്ങളെ വെയിറ്റ് ചെയ്യണ്ട. കഴിക്ക് അലമ്പ് ഒരു കാട്ടറാ. ഫുഡ് കഴിച്ചാ ഇതിലെന്തൊക്കെ ചെയ്യും. പിന്നെ ഒരു ഇത് കൊണ്ടുണ്ട് ഒരു ഫീഡിങ് ബോട്ടില്. കൂളായിട്ടാണ് കയറി വന്നാൽ മതി അല്ലേ. അപ്പം നമ്മള് പക്ഷെ നമ്മൾ കുറച്ച് ബുദ്ധി പ്രയോഗിച്ച് നമുക്ക് അധികം പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവക്കോടെ കൊണ്ടുകൊണ്ട് നമുക്ക് അവന് അത് കൊടുക്കും ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഇത് പൾപ്പ് ഫുള്ള് അതിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അത് സ്പൂൺ കൊണ്ട് നല്ല ഉടച്ചിട്ടില്ലേ കൊടുത്താൽ ആദ്യം കഴിക്കോട്ടോ. ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആദ്യം എന്താ പറയുക ആദ്യം അവക്കടോ അവനക്ക് ആദ്യം തന്നെ ഇഷ്ടാട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ കൊടുത്തു തുടങ്ങിയില്ലേ. ഇതേപോലെ നല്ലോണം ശരിക്കും ഉടച്ചിട്ട് ആ പഴുത്ത വാങ്ങണം കേട്ടോ. ശരിക്കും ഞാനിപ്പോൾ ഇത് മൂവാറ്റുപുഴത്തെ അവക്കാടോ ഹബ്ബല്ലേ. അവക്കാടോ ഹബ്ബ് പറഞ്ഞിട്ടുള്ള അവക്കാടോക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയാണ്ട് പഴുത്തത് നോക്കിയിട്ട് 2 എടുത്താട്ടോ. അപ്പോൾ ഇനി അത് വേണം. അത് കിട്ടിയില്ലെങ്കിൽ ഡ്രസ്സ് നമുക്ക് വിരിയും. ഓൻകോ എന്താ എന്താ അപ്പൊ അതിന്റെ മധുരം കിട്ടൂല്ലേ. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് വിളിച്ചാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നല്ലോണം ഉടച്ചിട്ട് അല്ലേ അവനക്ക് ഫീഡ് ചെയ്താൽ മതി. അതെ ഫുഡ് കൊടുക്കാനാണ്. ഞങ്ങൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാം അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പ്ലാൻസ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി അവർ പുറത്തിറങ്ങുന്നുണ്ട്. ഫസ്റ്റ് പ്രിയോറിറ്റി ബേബി. നമ്മൾ ട്രിപ്പ് പോകുമ്പോഴും ആദ്യം അവനക്കുള്ള പ്രിയോറിറ്റി കൊടുക്കണം. അവനെ ഫുഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പറയാം. പക്ഷെ അവൻ അങ്ങനെ അടുത്തേലെ കഴിക്കുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അടങ്ങി കിടക്കൂല. സ്പൂണ് കുറച്ച് വലുതായി പോയില്ലേ. പിന്നെ മറ്റേതിലാണെങ്കിൽ കൊടുക്കാൻ പറ്റൂല. മറ്റേ സാധനത്തിലാക്കി കൊടുക്കാനാ അതിൻ്റെ സ്പൂണിൻ്റെ തുമ്പത്തില്ലേ. പിന്നെ ഐസ് ഇത് ഒരു സാധനം കൂടി ഞങ്ങൾ വാങ്ങിയ കേട്ടോ. ഇതും നല്ല സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ലേ. രസമുണ്ടോ? അപ്പം ഇതിലാകുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു റബ്ബറി മെറ്റീരിയൽ ആയതുകൊണ്ട് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ സോപ്പിട്ട് അല്ലേ അവൻ്റെ ശ്രദ്ധയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ തിന്നു. അപ്പോൾ അവക്കാടോ ട്രൈ ചെയ്ത് തോന്നിയിട്ട് കഴിച്ച് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. കാരണം
ഫ്രൂട്ട്സിൽ ഓനക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ടുള്ള സാധനം. കാരണം ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടാണ്. അതെ, അത് കുക്ക് ചെയ്ത് തിളപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കണം. അതാണ് ഇപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കുറച്ചെങ്കിലും കഴിച്ചിട്ട് അവൻ്റെ വിശപ്പെന്ന് കുറഞ്ഞിട്ട് കഴിഞ്ഞാലേ അത്രയും നല്ലത്. ഇത് എത്ര കഴിക്കുന്ന അത്രയും നല്ലത് അല്ലേ? കാരണം ഫ്രൂട്ടല്ലേ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൽ, പ്യൂറായിട്ടുള്ള ഫ്രൂട്ട് തന്നെ. പിന്നെ അതിൽ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റേ പനങ്കൽക്കണ്ടത്തിൻ്റെ ഇത് കുറച്ച് ആഡ് ചെയ്ത് നല്ലത്. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അല്ലേ? മമ്മി ചെറുക്കാടങ്ങിക്കണ്ടതിന് കണ്ടോ, അവനക്ക് ഇറങ്ങണം നിലത്താഴത്തേക്ക്. തെസ്കി അവിടെ പാത്രം കഴിക്കൊണ്ട് കേട്ടോ. തെസ്കിനാണെങ്കിൽ എല്ലാ സാധനം കൊണ്ട് നിൽക്കണം. പിന്നെ മറ്റേ സാധനം കണ്ടോ അവിടെ ഒരു ഡപ്പയിൽ കുട്ടീൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര ടേക്ക് കെയർ ചെയ്ത് കഴിക്കണം. അപ്പം അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിക്കണം. പാത്രം കഴുകി കഴിഞ്ഞോട്ടോ. അപ്പം ഞങ്ങളിനി നേരെ പൂളിൽ പോകും. പൂളിൽ പോകുമ്പോൾ തെസ്കിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പൂളിൽ കുളിക്കണം. അപ്പം ഞാൻ അവിടെ നിൽക്കും, അവർ രണ്ടുപേരും കുളിക്കും. ഓലൊക്കെ കുളിക്കും. തെസ്കി ഞാനവിടെ നിൽക്കും. ഞാൻ വരുന്നുണ്ട്. വേണ്ട ഞാൻ പിടിച്ചോളാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നനയില്ലേ, പിന്നെ അതിനെ പിടിച്ചാൽ അവനക്ക് പിന്നെ തണുപ്പുണ്ടാവില്ല. പിന്നെ വാഗമണ് വന്നിട്ട് പൂളിച്ചാടുമ്പോ തണുപ്പുണ്ടാവില്ലേ? അതല്ല, അടങ്ങിക്ക്, അനക്കും ചാടണം ഞേക്ക്. പൂള് വൈബല്ലേ, ബിൽഡിങ്ങിന്റെ ടോപ്പിലാട്ടോ പൂള്. ഇറങ്ങി കഴിഞ്ഞാൽ സീൻ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോവാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റിട്ടേൺ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്താണ്ട് ഇപ്പോൾ ഏകദേശം 12:30 ഒക്കെ ആയി. 1 മണിയൊക്കെ ആകുമ്പോൾ അതിന് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്താണ്ട് ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നേരെ നമ്മൾ പിന്നെ വാഗമൺ മെഡോസിൽ പോകും. മെഡോസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈൻ ഫോറസ്റ്റിലും കൂടി പോയിട്ട് നേരെ വീട്ടിൽ പോകട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല, നേരെ മലപ്പുറം പോകണം. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ് അതിനെയും തെസ്കിനെ കാണാൻ. കാരണം കുറേ ദിവസമായില്ല, 15 ദിവസമായി ഓൾ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നിട്ട്. പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എറണാകുളത്തേക്ക് വന്നല്ലേ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എടുത്ത്, ഇപ്പോൾ വാഗമൺ ഇവിടെ എടുത്തല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വൈബ് ചെയ്യണ്ട, നല്ല രസമുണ്ട് ഇനി ഇവിടെ. അപ്പോൾ അതാണ് അജ്മൽ റെഡിയായി ഇറങ്ങണേ. ഹിന്ദുവിന് ഇറങ്ങിയോ? അപ്പോൾ നമുക്കിനി നേരെ വിടാം. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റായി. ഇതാത്ത ഷർട്ട് നമ്മളതാണോ? അവിടുത്തെ ചോണം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് റൂമിൽ നിന്നൊക്കെ ഇറങ്ങാം കേട്ടോ. ആദി അപ്പോൾ ആദിക്ക് ഇവിടുന്ന് വരണമെന്ന്. ആദി ഇവിടുന്ന് വരണില്ലേ? ഇവിടെ തന്നെ നിൽക്കാണോ? നമ്മളെല്ലാം പാക്ക് ചെയ്തൊക്കെ ഇറങ്ങാട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലാട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു വ്യൂ നോക്കി. എടാ, ഇതൊരു റിസോർട്ടിന്റെ അല്ലേ, ഒരു ബാൽക്കണി ആംബിയൻസ് ഉണ്ട്. ഓ, ടോട്ടലായിട്ടുള്ള വ്യൂ ഉണ്ട് കേട്ടോ. വൈബ് ഇല്ലേ? ഞാനും ആദ്യം പൈൻ ഫോറസ്റ്റിൽ എത്തിട്ടോ. ഞാനും ആദ്യമല്ല. അപ്പോൾ വേറെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു കേട്ടോ. ഹിന്ദുവിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാർക്കടി സ്കി അജ്മലിനെ കാണിച്ചു കൊടുക്കാം. അജ്മൽ ഇതാക്കണ അവിടെ ഫോട്ടോ എടുക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ പൈൻ ഫോറസ്റ്റ്. ഊട്ടിത്തെ പൈൻ ഫോറസ്റ്റ് വേറൊരു വൈബില്ലേ? ആദ്യം ഇവിടുത്തെ വേറൊരു വൈബില്ലേ? അതെ.
അപ്പോൾ ഞങ്ങൾ മെഡോയിൽ പോയിട്ടോ. മെഡോയിൽ പോയപ്പോൾ അവിടെ ചെറുതായിട്ട് കോട വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളെന്നാ ഇവിടെ വന്ന് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ കണ്ട് അല്ലേ. പിന്നെ നമുക്ക് നേരെ മെഡോ പോവാം. തസ്കിനാണ് അടുത്ത ഫോട്ടോ എടുക്കുന്നത്. എന്തിനാണ് കഴിഞ്ഞടി? അരമണിക്കൂർ നീണ്ട പ്രയത്നത്തിനോട് 2-3 ദിവസം നല്ല ഫോട്ടോ അല്ലേ. അടിപൊളി ഫോട്ടോ. അജ്മൽ അടിപൊളി ഒരു ഫോട്ടോ എടുക്കട്ടോ ഗൈസ്. ഞാനും ആദ്യം വന്നപ്പോൾ ഇരിക്കൽ തുടങ്ങി അവിടെ. ഞാൻ ഫോട്ടോയും ഇല്ല ഒന്നുമില്ല അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ചിരികൾ. ചെക്കേറിയ പൊക്കി. അപ്പൊ അവന്റെ മെയിൻ പരിപാടി ഇതേമാതിരി അല്ല നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നോ? അല്ല സീരിയസ്ലി ഫോട്ടോ എടുത്ത് കൊടുത്തോ? ഓൻ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ ചില ആൾക്കാർ പറയാം അടിപൊളിയാണ് കണ്ടോ, ഓരോ പോസുകൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഏതുവരെ എത്തിയത് സ്റ്റെപ്പ് എത്തിയടാ. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് സ്റ്റോറി ഇട്ടിട്ട് ഞാൻ ഭാഗത്തേക്ക് അധികം പോണ്ട. ഇവിടുന്ന് എടുത്താ കേട്ടോ. ഇല്ല ഇവിടുന്ന് കിട്ടുന്ന ഫോട്ടോ മതി എനിക്ക്. കിട്ടിയ മതി. അപ്പോൾ അത്രയുള്ളായിരുന്നു ഈ വീഡിയോ. സോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ഞാനും തസ്കിനും അല്ല ഞാനും ആദ്യം ഫ്രെയിമില്ല അല്ലേ. അതിന്റെ കൈ കാണുന്നുണ്ട് തോന്നണു. മാറടി തസ്കി കൊടുത്ത് മാറണത്. ചെല്ലി. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ എല്ലാവരും ബൈ ബൈ കാണിച്ചാടി. ബൈ ബൈ.